من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. സ്നേഹമുള്ള വിശ്വാസിനികളെ, നമ്മെ എല്ലാവരെയും സൃഷ്ടിക്കുകയും ധാരാളം അനുഗ്രഹങ്ങൾ നൽകി നമ്മെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഏകനായ കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന വിവിധങ്ങളായ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ അള്ളാഹു നമുക്ക് ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫലസ്തീനിൽ ഇപ്പോഴും വേദന തിന്ന് കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ പൊന്നോമന മക്കൾക്ക് അള്ളാഹു ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. തിന്മയുടെ ആളായി സ്വയം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരോ, ഞാൻ ഒരു തിന്മ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവനാണ് എന്ന് പ്രഖ്യാപിക്കുന്നവരോ പൊതുവെ മനുഷ്യർക്കിടയിൽ ഉണ്ടാവുകയില്ല. എന്നാൽ എന്താണ് തിന്മ എന്ന് നിർവചിക്കുന്നിടത്ത്, എപ്പോഴാണ് ഒരു കാര്യം തിന്മയാകുന്നത് എന്ന് മനസ്സിലാക്കുന്നിടത്ത്, പഠിപ്പിക്കുന്നിടത്ത് പലപ്പോഴും ആളുകൾക്ക് അബദ്ധവും തെറ്റും ധാരണക്കുറവും സംഭവിക്കുന്നുണ്ട് എന്നത് ഒരു സത്യമാണ്. നമ്മൾ ഓരോരുത്തരും വിശ്വാസികളാണ്. സ്വർഗം ലഭിക്കണമെന്ന് ആഗ്രഹിച്ച് പരലോകം പ്രതീക്ഷിച്ച് ജീവിക്കുന്നവരാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികൾ എന്ന നിലക്ക് നമുക്കൊരു കാര്യം എപ്പോഴാണ് തിന്മയാകുന്നത്, വളരെ സിമ്പിളായി, വളരെ വേഗത്തിൽ നമുക്കതിന് ഉത്തരം പറയാൻ കഴിയും. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, വമാ ആതാകുമുർ റസൂൽ ഫഖുദു വമാ നഹാകും അൻഹു ഫൻതഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തോ എന്ന് പറഞ്ഞ, ചെയ്യാൻ കൽപ്പിച്ച എല്ലാ കാര്യങ്ങളും നന്മയാണ്. വമാ നഹാകും അൻഹു ഫൻതഹു, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് അരുതേ, ചെയ്യരുതേ, പാടില്ല എന്ന് പറഞ്ഞത് എന്താണോ അതിൽ നിന്ന് വിട്ടു നിൽക്കണം, അത് തിന്മയാണ്. വളരെ എളുപ്പമാണ് വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് നന്മയും തിന്മയും മനസ്സിലാക്കാൻ. മറ്റൊരു വചനത്തിൽ, സൂറത്തുൽ അഹ്സാബിന്റെ 36-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖളല്ലാഹു വ റസൂലുഹു അംറ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അള്ളാഹുവും റസൂലും വിശ്വാസിനിയുടെ കാര്യത്തിൽ ഒരു കാര്യം അങ്ങ് വിധിച്ചു കഴിഞ്ഞാൽ, പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അതിനെ മാറ്റിമറിക്കാൻ, അതിൻ്റെ അപ്പുറമൊന്നിനെ നിലപാടായി സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് നിർവചിക്കുക എളുപ്പമാണ്. ഇനി നമ്മുടെ കൂടെ ജീവിക്കുന്ന മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾ, അവർക്കും അവരുടേതായ നന്മ തിന്മകളെ വ്യവച്ഛേദിക്കുന്നതിൽ അവരുടേതായ ചില നിയമങ്ങളും ചില രീതികളുമുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, ഇപ്പോൾ മനുഷ്യർക്കിടയിൽ നന്മയും തിന്മയും വേർതിരിക്കുന്നിടത്ത് പുതിയ ഒരു നിർവചനം വന്നിട്ടുണ്ട്. അതിൽ പലപ്പോഴും ജാതിയും മതവും വ്യത്യാസമില്ലാതെ പലരും ആ നിർവചനത്തിൽ പെട്ടുപോകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു തിന്മ നടന്നാൽ, എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുമ്പോൾ ആളുകൾ ചോദിക്കുന്ന തിരിച്ചുള്ള ചോദ്യം, അങ്ങനെ ചെയ്താൽ ആകാശം തകർന്നു വീഴുമോ, ആകാശം പൊളിഞ്ഞു വീഴുമോ എന്ന്. അപ്പോൾ ഒരു കാര്യം തിന്മയാകണമെങ്കിൽ അത് ചെയ്യുമ്പോൾ ആകാശം പൊളിഞ്ഞു വീഴലാണ്, അപ്പോഴാണ് അത് തിന്മയാവുക എന്ന ഒരു നിർവചനത്തിലേക്ക്
പലരും ബോധപൂർവം എത്തുകയും ചെയ്യുന്നുണ്ട് എന്നത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, എല്ലാ മതങ്ങൾക്കും അവരുടേതായ ചില രീതികളുണ്ട്, അവരുടേതായ ചില വിശ്വാസങ്ങളുണ്ട്, അവരുടേതായ ചില ദൈവസങ്കല്പങ്ങളുണ്ട്. പക്ഷേ ഒരു പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നുമില്ലാത്ത ഒരു മതമായി ലിബറൽ മതം നമ്മുടെ ഓരോരുത്തരുടെയും ഇടയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ലിബറൽ മതം പല തോന്നിവാസങ്ങളും ഇന്നത്തെ ജനതയിലേക്ക്, പുതിയ തലമുറയിലേക്ക് കുത്തിവെച്ചുകൊണ്ടിരിക്കുന്നു. സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ കുട്ടികൾ പെട്ടുപോകുന്ന തിന്മകളും തോന്നിവാസങ്ങളും എന്തൊക്കെയാണ്? ആണും പെണ്ണും, ഒരുപക്ഷെ നമ്മുടെയൊക്കെ പഴയ തലമുറയുടെയൊക്കെ വിദ്യാലയ കാലത്തെ വിദ്യാഭ്യാസ ജീവിത സമയത്തെ ആണും പെണ്ണും തമ്മിൽ തെറ്റായ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് എത്രത്തോളമായിരുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ ഇന്ന് നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന ചില ടെർമിനോളജികൾ, ചില വാക്കുകൾ, അവരുപയോഗിക്കുന്ന ചില ടേംസ്, അതെന്താണ് എന്ന് പോലും കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകാത്ത വിധം പട്ടിൽ പൊതിഞ്ഞ തോന്നിവാസങ്ങളാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്കിന്നിടയിൽ സീസൺഷിപ്പ് ഉണ്ട്. സീസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരാളെ ഫ്രണ്ടായിട്ടാണ് സ്വീകരിക്കേണ്ടതെങ്കിൽ അപ്പോൾ അങ്ങനെ ഓരോ സീസണിൽ ഓരോയിടത്ത് എത്തുമ്പോൾ, സ്കൂളിലെത്തുമ്പോൾ ഒരു ബന്ധം, കോളേജിലെത്തുമ്പോൾ വേറൊരു ബന്ധം, PGക്ക് പഠിക്കുമ്പോൾ വേറൊരു ബന്ധം, ഹയർ സെക്കൻഡറി കാലത്ത് മറ്റൊരു ബന്ധം, കല്യാണം കഴിക്കുന്നത് മറ്റൊരാളോട്, ഓരോ സീസണിലെത്തുമ്പോഴും ആ സീസണിലേക്ക് പറ്റിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചുള്ള ബന്ധങ്ങൾ. ഫ്രണ്ടായി നിൽക്കേണ്ട സമയത്ത് ഫ്രണ്ടാവുക, കാമുകിയാകേണ്ടടുത്ത് കാമുകിയാവുക. സിറ്റുവേഷൻ അനുസരിച്ച് ബന്ധത്തിന്റെ സാഹചര്യം മാറുന്നു. നമ്മുടെ കുട്ടികളിൽ ഇന്ന് ബെഞ്ചിങ് എന്ന് പറഞ്ഞൊരു സിസ്റ്റമുണ്ട്. എന്താ ബെഞ്ചിങ് എന്ന് പറഞ്ഞാൽ? ഒരാളോടുള്ള ബന്ധം കൊണ്ടു നടക്കുമ്പോൾ തന്നെ തൻ്റെ ക്യൂവിൽ 2, 3, 4 ആളുകളെ പെൻഡിങ് വെക്കുക. ഇനി ഏതെങ്കിലും ഒരുത്തി ബന്ധം അങ്ങ് വിച്ഛേദിച്ചു പോയാൽ ഒരു മടിയുമില്ലാതെ മറ്റൊരുത്തനോട് ബന്ധം തുടങ്ങുന്ന ബെഞ്ചിങ് സിസ്റ്റം നമ്മുടെ കുട്ടികൾ ഇന്ന് ഒരു പേടിയുമില്ലാതെ കൊണ്ടു നടക്കുന്നു. പലപ്പോഴും കുട്ടികൾ ഡേറ്റിംഗ് ആപ്പുകളിൽ പെട്ടുപോകുന്നു. ഇങ്ങനെ പല രീതിയിലുള്ള തോന്നിവാസങ്ങൾ, നൈറ്റ് ലൈഫ് സംസ്കാരങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ അതിനെ ചോദ്യം ചെയ്താൽ, അതിൻ്റെ തിന്മയെ ഒരാൾ ചൂണ്ടിക്കാണിച്ചാൽ, ഇന്ന് ന്യൂജൻ, പുതിയ കുട്ടികൾ, പുതിയ യുവാക്കൾ, തലമുറ നമ്മോട് ചോദിക്കാണ്, അതിനിപ്പോൾ എന്താ കുഴപ്പം? അങ്ങനെയാണ് ചെയ്യുമ്പോഴേക്ക് ആകാശം ഇടിഞ്ഞു വീഴുമോ? സഹോദരങ്ങളെ, ചിന്തിക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷെ ഈ ഇരിക്കുന്ന ഓരോരുത്തരും സ്വർഗമുണ്ട് എന്നും നരകമുണ്ട് എന്നും വിചാരണയുണ്ട് എന്നും ഉറച്ചു വിശ്വസിക്കുന്ന വിശ്വാസികളാണ്. നമുക്ക് ഇവിടെ ചില നിലപാടുകൾ തീർച്ചയായും ഉണ്ടാകേണ്ടതുണ്ട്. ഒന്ന്, ഇതിൻ്റെ പ്രചാരകരായി മാറുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അറിഞ്ഞോ അറിയാതെയോ ഇതിൻ്റെ പ്രചാരകരായാൽ ഇതൊക്കെ ഇപ്പം എന്താ കുഴപ്പമെന്ന് ചോദിച്ച് നാം ജീവിക്കുന്ന സമൂഹത്തിലേക്കും സമുദായത്തിലേക്കും വീട്ടിലേക്കും ഇതിനെ കൊണ്ടുവരുന്ന ഇതിൻ്റെ പ്രചാരകരായാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് എന്താ? വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ. ഭൂമിയിൽ നന്മ നടപ്പാക്കിയതിനു ശേഷം പിന്നെ നിങ്ങൾ ഫസാദ് ഉണ്ടാക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വീണ്ടും അല്ലാഹു പറഞ്ഞില്ലേ, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനൂ. വിശ്വാസികൾക്കിടയിൽ മ്ലേച്ഛവൃത്തികൾ, തിന്മകൾ വ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽആഖിറ, ഇഹത്തിലും പരത്തിലും അവർക്ക് വലിയ ശിക്ഷയുണ്ട്. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അല്ലാഹു കാര്യങ്ങൾ അറിയുന്നു, നിങ്ങൾ കാര്യങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് വിശ്വാസി സമൂഹത്തിൻ്റെ ഇടയിലേക്ക് തിന്മ വ്യാപിക്കണമെന്ന് ആഗ്രഹിക്കുക. അത് പല നിലക്ക്, ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ അവരിൽ ഈ തിന്മ വരണമെന്ന് കൊതിക്കുകയോ അതിനുവേണ്ടി പണിയെടുക്കുകയോ എന്തു ചെയ്താലും സഹോദരങ്ങളെ, അവർക്ക് കഠിനമായ ശിക്ഷ ഇഹലോകത്തും പരലോകത്തും ഉണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ താക്കീതാണ്. അതുകൊണ്ട് അറിഞ്ഞോ അറിയാതെയോ സോഷ്യൽ മീഡിയയിൽ ലൈക്ക് കൊടുത്തും കമന്റ് കൊടുത്തും നാം ഇതിൻ്റെ പ്രചാരകരാകുമ്പോൾ നാം അല്ലാഹുവിൻ്റെ ശിക്ഷക്ക് അർഹരായി പോകും എന്ന ഭയം നമുക്കുണ്ടാകണം. ഇനി രണ്ടാമത്, ഈ തിന്മകളൊക്കെ വരുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും ഇന്നത്തെ യുവാക്കൾ, എന്നെ കേൾക്കുന്ന വിദ്യാർത്ഥികൾ, ക്യാമ്പസുകളിൽ പഠിക്കുന്നവർ,
സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, എന്ത് വരുമ്പോഴും അതൊക്കെയാണ് ചെയ്തു നോക്കുക. എന്താ അപ്പം അതിൻ്റെ ഒരു ടേസ്റ്റും അറിയണ്ടേ എന്ന് വിചാരിച്ച് നമ്മൾ ആ തിന്മകളിലേക്ക് പോയാൽ പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞത് വലാ തഖറബുൽ ഫവാഹിഷ മാ ളഹറ മിൻഹാ വമാ ബതൻ. പ്രത്യക്ഷമായതും പരോക്ഷമായതുമായ ഒരു തെറ്റിലും ഒരു മ്ലേച്ഛവൃത്തിയിലും വിശ്വാസികളെ നിങ്ങൾ പെട്ടുപോകരുത് എന്നത് പടച്ച റബ്ബ് നമ്മളോട് പറഞ്ഞതാണ്. മാത്രമല്ല, ആ തിന്മ തന്നിഷ്ടത്തിനനുസരിച്ച് ആ തോന്നിവാസം ചെയ്യാനാണ് ഇനിയും നമ്മുടെ തീരുമാനമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സ്വലാത വത്തബഉശ് ശഹവാത് ഫസൗഫ യൽഖൗന ഗയ്യാ. നല്ല പ്രവാചകന്മാർ മാന്യമായി ജീവിച്ച നല്ല തലമുറയ്ക്കു ശേഷം വേറെ ചില ആളുകൾ വന്നു. അവരുടെ പ്രത്യേകത ഒരു നിസ്കാരത്തിൽ വീഴ്ച വരുത്തി. മാത്രവുമല്ല വത്തബഉശ് ശഹവാത്, തന്നിഷ്ടങ്ങളെ പിൻപറ്റി അവർ ജീവിച്ചു, തോന്നിയ പോലെ അവർ ജീവിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഫസൗഫ യൽഖൗന ഗയ്യ, അവർ ചെയ്ത ആ ദുർമാർഗത്തിന്റെ ഫലം അവർ കണ്ടെത്തുക തന്നെ ചെയ്യും. പണ്ഡിതന്മാർ ഈ ആയത്ത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, വലിയ ശിക്ഷ ഇത്തരം തന്നിഷ്ടങ്ങളെ പിൻപറ്റി തോന്നിവാസങ്ങളെ ഏറ്റെടുത്ത് പോകുന്ന ആളുകൾക്ക് അതിൻ്റെ അനന്തര ഫലം അവർ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് വലിയ ശിക്ഷ അത്തരക്കാർക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വലിയ ഗൗരവത്തോടു കൂടി നമ്മൾ ഇതിനെ കാണണം. മൂന്നാമത്തൊന്ന് രക്ഷിതാക്കളാണ്. ഇതൊക്കെ ഇവിടെ നടക്കുമ്പോഴും അതിനൊന്നൊരു വിലയും കൊടുക്കാതെ അതിലൊരു ഗൗരവം കാണിക്കാത്ത രക്ഷിതാക്കൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അള്ളാന്റെ കാരുണ്യത്തിന്റെ നോട്ടം പോലും കിട്ടാത്തൊരു വിഭാഗം ദയ്യൂസാണ്. എന്താണ് ദയ്യൂസ്? വിശദീകരണങ്ങളിൽ നമുക്ക് കാണാം. വഹുവല്ലദീ യർളസ്സൂഅ വയുഖിറു ബിൽ ഫാഹിശതി ഫീ അഹ്ലി. സ്വന്തം വീട്ടിൽ എന്ത് തെറ്റിനും അനുവാദം കൊടുക്കുക. കുട്ടികള് ഓലിപ്പം അങ്ങനെയല്ലേ, ഇന്നത്തെ കാലം അതല്ലേ. ഈ കാലത്ത് ആരാപ്പം അത് ചെയ്യാത്തത്? അയാളൊക്കെ ഭയങ്കര ദീനിന്റെ നടുക്കഷ്ണല്ലേ, അയാളെ വീട്ടിൽ വരെ അതില്ലേ? ഈ കാലത്ത് ഇപ്പം അങ്ങനെയൊന്നും ഇല്ലാതെ നമ്മളെ കുട്ടികളെ വളർത്താൻ പറ്റുമോ? ഇങ്ങനെ കുറേ ന്യായങ്ങൾ കണ്ടെത്തിയിട്ട് എല്ലാ തിന്മകൾക്കും തോന്നിവാസങ്ങൾക്കും വീട്ടിലും കുടുംബത്തിലും അവസരം കൊടുക്കുന്നവൻ ദയ്യൂസൻ, കൂട്ടിക്കൊടുപ്പുകാരൻ. അവന് കാരുണ്യത്തിന്റെ നോട്ടം പരലോകത്ത് കിട്ടൂല എന്നാണ്. സഹോദരങ്ങളെ, എന്താ നമ്മുടെ കുട്ടികൾ കാണണത് എന്നുള്ളൊരു ചിന്ത പോലും നമുക്കുണ്ടോ? വലിയ വലിയ മഹാനടന്മാരെ കൊണ്ടുവന്ന് തോന്നിവാസങ്ങൾ, റിയാലിറ്റി ഷോകൾ ഇങ്ങനെ സംഘടിപ്പിച്ച് അത് വീട്ടിൻ്റെ സ്വീകരണ മുറിയിലിരുന്ന് കാണുക, കുട്ടികൾ, ഭാര്യ, ഭർത്താവ്. എന്നിട്ട് എല്ലാ ലിബറൽ തോന്നിയാസവും നോർമലൈസ് ചെയ്യുക. ആണും പെണ്ണും വിവാഹം കഴിക്കുന്ന മൃഗങ്ങൾ പോലും ചെയ്യാത്ത തോന്നിവാസത്തിന് പെട്ടുപോയ ആളുകളെ എൻ്റെ വീട്ടിൽ അഭിമാനപൂർവ്വം ഞാൻ വിളിച്ചിരുത്തുമെന്ന് പറയുന്നത് നമ്മുടെ സ്വീകരണ മുറിയിലിരുന്ന് നമ്മൾ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ഖു അൻഫുസകും വഅഹ്ലീകും നാറ. കുടുംബത്തെ, കുട്ടികളെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം എന്നാണ്. തോന്നിയാസം തുറന്നു കൊടുക്കണം എന്നല്ല. അതുകൊണ്ട് രക്ഷിതാക്കൾ നല്ല ഗൗരവം കാണിക്കണം. നാലാമത്തത് സമൂഹമാണ്. ഒഴുക്കിനനുസരിച്ച് നീങ്ങലല്ല സമൂഹത്തിന്റെ ഉത്തരവാദിത്വം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വത്തഖൂ ഫിത്ന ലാ തുസീബന്നല്ലദീന ളലമൂ മിൻകും ഖാസ്സ വഅലമൂ അന്നല്ലാഹ ശദീദുൽ ഇഖാബ്. അള്ളാന്റെ പരീക്ഷണം വരുന്നത്, ഫിത്ന വരുന്നത് നിങ്ങൾ സൂക്ഷിക്കണം. അതൊരിക്കലും തെറ്റ് ചെയ്തവരെ മാത്രമല്ല പിടികൂടുക. അള്ളാന്റെ ശിക്ഷ അതികഠിനായിരിക്കും. ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത ഹദീസ് എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വല്ലദീ നഫ്സി ബിയദി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെ സത്യം. ലതഉമുറുന്ന ബിൽ മഅറൂഫി വലതൻഹൗന്ന അനിൽ മുൻകർ. മനുഷ്യരെ, നിങ്ങൾ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. ഔല യൂഷിക്കന്നല്ലാഹു അൻ യബ്അസ അലൈക്കും ഇഖാബ. അല്ലെങ്കിൽ പടച്ചോ നിങ്ങൾക്ക് മിൻഹു, അവനിൽ നിന്നുള്ള ശിക്ഷ അയക്കുന്നതിന് നിങ്ങൾ കാത്തിരുന്നോളി. സുമ്മ തദ്ഊന, പിന്നെ നിങ്ങൾ പടച്ചോനോട് ചിലപ്പോൾ പ്രാർത്ഥിക്കും. ഫലാ യുസ്തജാബു ലക്കും, നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. തിന്മ വ്യാപിക്കുമ്പോൾ ആ തിന്മയെ തിരുത്താൻ, നന്മ കൽപ്പിക്കാൻ
മനുഷ്യരെ, നിങ്ങൾ തയ്യാറാകണം. അതിനിറങ്ങേണ്ടിടത്ത് ഇറങ്ങണം, ആളെ ചേർക്കേണ്ട സമയത്ത് ചേർക്കണം. ആ ദഅവത്തിന്റെ ഒരു കമ്മിറ്റിയുടെ ഭാരവാഹി ആകേണ്ട അനിവാര്യ ഘട്ടം വന്നാൽ ഏറ്റെടുക്കണം. മാറി ഒളിച്ചു മാറി നിൽക്കുകയല്ല. ഇതെന്റെ ഉത്തരവാദിത്തമാണ്. ഈ തിന്മകൾ വ്യാപിക്കുമ്പോൾ എൻ്റെ മക്കളും ഇതേ ക്യാമ്പസിൽ പഠിക്കുന്നുണ്ട്, അവരും പെട്ടുപോകും. അതുകൊണ്ട് ഈ തിന്മ കറുതി വരുത്തണം, എൻ്റെ ഉത്തരവാദിത്തമാണെന്ന തിരിച്ചറിവുണ്ടാകണം. ഇല്ലെങ്കിൽ കപ്പൽ മുങ്ങുമ്പോൾ ദ്വാരമുണ്ടാക്കിയവർ മാത്രമല്ല പെട്ടുപോവുക എന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഉപമ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ തിന്മക്കെതിരെ നമ്മൾ പോരാടണം. ഇനി ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നതാണ് ചോദ്യമെങ്കിൽ തീർച്ചയായും ആകാശം ഇടിഞ്ഞു വീഴും. അല്ലാഹു പറഞ്ഞില്ലേ, ആകാശം പൊട്ടിപ്പിളരും, നക്ഷത്രം കൊഴിഞ്ഞു വീഴും, സമുദ്രങ്ങൾ പൊട്ടിയൊഴുക്കപ്പെടും, ഖബറുകൾ അടിമേൽ ഇളക്കി മറിക്കപ്പെടും. അന്ന് ചെയ്തതും ചെയ്യാൻ ബാക്കി വെച്ചതും ആളുകൾക്ക് മനസ്സിലാകും. ആകാശം പൊട്ടുമോ എന്നതാണോ ചോദ്യം? ആകാശം തകരുമോ എന്നതാണോ പരിഹാസം? തകരും. നക്ഷത്രങ്ങൾ കൊഴിഞ്ഞു വീഴും, സമുദ്രം പൊട്ടിയൊഴുക്കപ്പെടും, ഖബറിലുള്ളവർ ഇളക്കി മറിക്കപ്പെടും. അന്ന് അലിമത്ത് നഫ്സും മാ ഖദ്ദമത് വഅഖറത്, ചെയ്തതും ചെയ്യാൻ ബാക്കി വെച്ചതും ഒക്കെ അറിയണ ഒരു ദിവസം വരും. അതുകൊണ്ട് അങ്ങനെ ഒരു ദിവസമുണ്ട് എന്ന് മനസ്സിലാക്കി ഈ തോന്നിവാസങ്ങളിൽ നിന്ന് അകലാൻ സഹോദരങ്ങളെ നമ്മൾ ശ്രമിക്കണം. ഫലസ്തീനിലെ കുട്ടികൾ ഒരു നേരത്തെ ദാഹമകറ്റാൻ മാലിന്യജലം നക്കി കുടിക്കുന്നത് കാണുന്നില്ല നമ്മൾ. ഒരു നേരത്തെ അന്നത്തിന് ആ സാധുക്കൾ ആകപ്പാടെ ബേജാറായി നടക്കുന്നത് കാണുന്നില്ല നമ്മൾ. എല്ലാ നിലക്കും ബോംബ് വർഷിച്ചും മിസൈൽ അയച്ചും ഉപരോധം തീർത്തും നമ്മുടെ പൊന്നോമന മക്കളെ പട്ടിണിക്കിട്ട് ശത്രു പീഡിപ്പിക്കുന്നത് കാണുന്നില്ല നമ്മൾ. ഈ പരീക്ഷണങ്ങൾ ലോകത്തിൻ്റെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അനുഗ്രഹങ്ങൾ കിട്ടിയ മനുഷ്യരെ ഈ തോന്നിവാസങ്ങൾക്ക് നമ്മൾ കൂട്ടുനിന്നാൽ, ഈ അധർമ്മങ്ങൾക്ക് വീട്ടിലിടം കൊടുത്താൽ, ഈ തിന്മകളുടെ കൊടിവാഹകരായാൽ പടച്ചോ നമ്മളെ വെറുതെ വിടുമെന്ന് വിചാരിക്കുന്നുണ്ടോ? നമ്മൾ പടച്ചോ നമ്മളെ കണ്ടില്ലെന്ന് നടിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അവർക്ക് പരീക്ഷണം കൊടുത്ത റബ്ബ് നമുക്ക് അനുഗ്രഹം തന്നത് മറ്റൊരു പരീക്ഷണമാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. അതുകൊണ്ട് ആകാശം തകരുന്ന ആ ദിനം നാം കുറ്റവാളികളാകാതിരിക്കാനുള്ള വലിയ ശ്രദ്ധയും കാവലും നമുക്കുണ്ടാകണം. ഈ തിന്മകൾക്കെതിരെ ശക്തമായി ശബ്ദമുയർത്തണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കാൻ ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയാണ്, മാ ലഹറൽ ഗുലൂലു ഫീ ഖൗമിൻ ഖത്തു, ഒരു സമൂഹത്തിൽ വഞ്ചന പ്രകടമാവുകയില്ല, ഇല്ല ഉൽഖിയ ഫീ ഖുലൂബിഹിമുർ റുഅബ്, അവരുടെ ഹൃദയത്തിൽ അല്ലാഹു പേടി ഇട്ടുകൊടുത്തിട്ടല്ലാതെ. വലാ ഫശസ്സിന ഫീ ഖൗമിൻ ഖത്തു, ഒരു സമൂഹത്തിൽ വ്യഭിചാരം വ്യാപിക്കുകയില്ല, ഇല്ല കസുറ ഫീഹിമുൽ മൗത്ത്, അവരിൽ മരണം അധികരിച്ചിട്ടല്ലാതെ. വലാ നഖസ ഖൗമുൻ അൽ മിക്യാൽ വൽ മീസാൻ, ഒരു ജനത അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുകയില്ല, ഇല്ല ഖുതിഅ അൻഹുമുർ റിസ്ഖ്, അവരുടെ ഉപജീവനത്തിൽ അല്ലാഹു കുറവ് വരുത്തിയിട്ടല്ലാതെ. വലാ ഹഖമ ഖൗമുൻ ബിഗൈരിൽ ഹഖ് ഇല്ലാ ഫശാ ഫീഹിമുദ് ദം, ന്യായപ്രകാരമല്ലാതെ ഒരു സമൂഹം വിധി പറയുകയില്ല, അവരിൽ രക്തം ചിന്തലുണ്ടായിട്ടല്ലാതെ. വലാ ഖതറ ഖൗമുൻ ബിൽ അഹദി ഇല്ലാ സല്ലല്ലാഹു അലൈഹിമുൽ അദുവ, ഒരു സമൂഹം കരാറ് ലംഘിക്കുകയില്ല, പടച്ച റബ്ബ് അവർക്കു നേരെ ശത്രുക്കളെ അയച്ചിട്ടല്ലാതെ. എത്ര കൃത്യമാണ് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഈ വാക്ക്. ചതിയും വഞ്ചനയും കൂടുമ്പോൾ വിശ്വാസി മനസ്സിൽ പോലും പേടി വരും, അല്ലേ? വ്യഭിചാരം വ്യാപിക്കുമ്പോൾ മരണങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അളവും തൂക്കവും കൃത്രിമം കാണിക്കുന്ന സമയത്ത് ഉപജീവനത്തിന് പ്രയാസമുണ്ടാകും. അസത്യത്തോടുകൂടി ന്യായപ്രകാരമല്ലാതെ നീതിയുടെ കൂടെയല്ലാതെ വിധി പറയുന്ന കാലമുണ്ടായാൽ
രക്തം ചിന്തൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അള്ളാഹുവിനോടും ജനങ്ങളോടുമൊക്കെയുള്ള കരാറിൽ ലംഘനം കാണിക്കുമ്പോൾ ശത്രുവിന് നമ്മുടെ മേൽ ആധിപത്യം കിട്ടിക്കൊണ്ടിരിക്കും. എത്ര കൃത്യമാണ് ഈ വിശദീകരണങ്ങൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, തിന്മകൾ വ്യാപിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെറുതല്ല എന്ന് മനസ്സിലാക്കി, ഒന്നാമത് ആ തിന്മയിൽ നിന്ന് സ്വയം വിട്ടുനിന്ന് അടുത്തുള്ളവരെ അതിൽ നിന്ന് വേർപ്പെടുത്തി സമൂഹത്തിലേക്ക് ഇറങ്ങി ബാധ്യത നിർവഹിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു എല്ലാ നന്മകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ തിന്മകളിൽ നിന്നും അരുതായ്മകളിൽ നിന്നും അകന്ന് ജീവിക്കാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ശാരീരിക സാമ്പത്തിക മാനസിക പ്രയാസങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. തിന്മ വ്യാപിക്കുന്ന കാലത്തും നന്മയുടെ ആളുകളായി സമൂഹത്തിൻ്റെ മുന്നിൽ നിൽക്കാൻ ഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗത്തിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന എല്ലാവർക്കും പടച്ചറബ് പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാൻ ഉൾക്കൊണ്ട് നമ്മളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും പടച്ചറബ് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കുടുംബജീവിതത്തിൽ സന്തോഷം അനുഭവിക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെ വെച്ച് എപ്പോൾ എങ്ങനെ നമ്മൾ തിരിച്ചു വിളിച്ചാലും തൗഹീദുള്ളവരായി മരണത്തെ സ്വീകരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശത്രുവിൻ്റെ എല്ലാ തന്ത്രങ്ങളെയും അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വദില്ല ശിർക വൽ മുശ്രിക്കീൻ വദമ്മിർ അഅദാക അഅദാ അദ്ദീൻ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.